ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ PR ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ ഇൻ്റർവ്യൂ കൊടുത്തു. അവിടെ സംഘപരിവാർ അജണ്ടയുണ്ട്. മലപ്പുറത്ത് തീവ്രവാദമാണ്, മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ്, ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇൻ്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ്. ഇവിടെ നിലമ്പൂരിൽ LDFിൻ്റെ പ്രചരണത്തിന് നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ്. A. വിജയരാഘവൻ്റെ ഒരു ഡസനിലേറെയുള്ള പ്രസ്താവനകൾ, മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ എൻ്റെ കയ്യിലുണ്ട്. നിരവധി കാര്യങ്ങൾ, ഒരു വിഷയത്തിലല്ല. ഏറ്റവും അവസാനം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെന്നാണ് പറഞ്ഞത്. ആ വാദത്തിൽ വിജയരാഘവൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വയനാട് നിയോജകമണ്ഡലത്തിൽ ജയിപ്പിച്ചത് വർഗീയ തീവ്രവാദികളാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് ഈ വിജയരാഘവൻ നടത്തിയിട്ടുള്ളത്. മലപ്പുറത്തെക്കുറിച്ച്, ലീഗ് നേതാക്കളെക്കുറിച്ച്, സാദിഖ് അലി തങ്ങളെക്കുറിച്ച്, ഇവിടെ നടന്ന എല്ലാ സംഭവത്തെക്കുറിച്ചും. മലപ്പുറം ജില്ലയെക്കുറിച്ച് ഗുരുതര ആരോപണം ഉന്നയിച്ച ആളാണ് മുഖ്യമന്ത്രി. മലപ്പുറത്ത് തീവ്രവാദമാണെന്നും സ്വർണ്ണക്കടത്താണെന്നും ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ PR ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് നൽകിയെന്നും V.D. സതീശൻ നിലമ്പൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം കൊടുത്തു. സംഘപരിവാർ ഭീകരവാദത്തിന് കുട പിടിച്ചു കൊടുക്കുന്ന അഭിമുഖമാണ് മുഖ്യമന്ത്രി നൽകിയത്. നിലമ്പൂരിൽ LDF പ്രചരണം നയിക്കാനെത്തിയത് A. വിജയരാഘവനാണ്. മലപ്പുറത്തെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു ഡസനോളം പ്രസ്താവനകൾ കയ്യിലുണ്ട്. പ്രിയങ്ക ഗാന്ധി ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണെന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. ഇതിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് സതീശൻ ചോദിച്ചു. BJP-ക്കാർക്ക് പോലും അറിയാത്ത സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തിയത് പേരിന് വേണ്ടിയാണ്. കേരളത്തിൽ അവിശുദ്ധ കൂട്ടുകെട്ടുള്ളതിനാലാണ് BJP സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് തീരുമാനിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.